മിനിയാൻറ്റിയുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഒത്തിരി കാലമായി മിനിയാൻറ്റി ഒരു കഥ പറഞ്ഞു തന്നിട്ട്. ഇപ്പോഴെല്ലാവരും പരീക്ഷയൊക്കെ നന്നായി എഴുതി അവധിക്കാലം ആഘോഷിക്കുകയാണ്. അപ്പോൾ മിനിയാൻറ്റി ഒരു കഥ പറഞ്ഞു തരട്ടെ. കാട്ടിലെ കൂട്ടായ്മ, അതാണ് ഇന്ന് പറയുന്ന കഥയുടെ പേര്. സ്നേഹവും സഹകരണവും കാട്ടിലെങ്ങും നിലനിൽക്കണമെന്ന ഉദ്ദേശത്തിലാണ് കേശൻ സിംഹം വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. കാട്ടിലെ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം അതിൽ അംഗങ്ങളാക്കി. അധ്യാപകരായ ലോലുത്തത്തിയെയും ജിജോ പുള്ളിപ്പുലിയെയും അഡ്മിന്മാരുമാക്കി. ആദ്യമൊക്കെ എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ വിശേഷങ്ങൾ കൈമാറി. അറിവ് പകരുന്ന സന്ദേശങ്ങളും വീഡിയോകളുമെല്ലാം പങ്കുവച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ പൊന്തി വരാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ ഫ്രോഗ് തവള ഗുഡ് മോർണിംഗ് മെസ്സേജ് ഗ്രൂപ്പിലയക്കും. മറ്റുള്ളവരും അത് അനുകരിക്കുവാൻ തുടങ്ങിയപ്പോൾ ലോലുത്തത്ത പറഞ്ഞു, എല്ലാവരും പ്രഭാതവന്ദനം പോസ്റ്റ് ചെയ്താൽ ഗ്രൂപ്പ് നിറയും. ഇതിനിടയിൽ മറ്റുള്ളവർ അയക്കുന്ന അത്യാവശ്യ സന്ദേശങ്ങൾ ശ്രദ്ധിക്കാതെ പോകും. ലോലുത്തത്ത പറഞ്ഞത് ഫ്രോഗ് തവളയ്ക്ക് ഇഷ്ടമായില്ല. അവൻ ഉടനെ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി. ഒടുവിൽ കേശൻ സിംഹം വളരെ പാടുപെട്ട് പിണക്കം മാറ്റി ഫ്രോഗുവിനെ മടക്കിക്കൊണ്ടുവന്നു. എന്തെങ്കിലും കാരുണ്യപ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് വഴി ചെയ്താലോ? നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സുബിക്കുരുവിയാണ്. കുരുവികളുടെ ഇടയിൽ നിന്നു തന്നെ തുടങ്ങട്ടെ ആദ്യത്തെ സഹായ പ്രവർത്തനം. കേശൻ സിംഹം അനുവാദം നൽകി. മില്ലുക്കുരുവിയുടെ കാലൊടിഞ്ഞു കിടക്കുകയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് അവളുടെ കൂട് നമുക്കെല്ലാവർക്കും കൂടി നന്നാക്കി കൊടുക്കണം. എല്ലാ കുരുവികളും അതിനാവശ്യമായ ചെറു കമ്പുകളും നാരുകളും എത്തിച്ചു തരണം. സുബിക്കുരുവി സന്ദേശമിട്ടു. എല്ലാ കുരുവികളും നാരുകളും ചെറിയ കമ്പുകളും എത്തിച്ചു കൊടുത്തു. വളരെ കുറച്ച് നാരുകൾ മാത്രമേ ചിഞ്ചുക്കുരുവിക്ക് എത്തിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അത് പറഞ്ഞ് സുബിക്കുരുവി ചിഞ്ചുക്കുരുവിയെ പരിഹസിച്ചു. ചിഞ്ചുക്കുരുവിക്ക് വലിയ സങ്കടമായി. അവൾ അഭിപ്രായങ്ങളൊന്നും ഗ്രൂപ്പിൽ പിന്നീട് പറയാതെ നിശബ്ദയായി തുടർന്നു. കിട്ടുക്കുരങ്ങൻ്റെ പ്രധാന വിനോദം ഓരോന്നും പറഞ്ഞ് മിന്നിമയിലിനെ ശുണ്ടി പിടിപ്പിക്കലാണ്. കിട്ടുക്കുരങ്ങനെ ഗ്രൂപ്പിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് മിന്നിമയിൽ ലോലുത്തത്തയോടും ജിജോ പുള്ളിപ്പുലിയോടും പറഞ്ഞു. തമാശകൾ കാര്യമാക്കി എടുക്കരുതെന്ന് ലോലുത്തത്ത ടീച്ചർ ഉപദേശിച്ചത് മിന്നിമയിലിനൊട്ടും ഇഷ്ടമായില്ല. അവൾ ഗ്രൂപ്പിൽ നിന്നും പിണങ്ങിപ്പോയി. ദേഷ്യം വന്ന കേശൻ സിംഹം അവളോട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടതുമില്ല. എല്ലാവരും കൂടി ഒരു ടൂർ പോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് ജിന്നു മുയലാണ്. പഞ്ചവൻ കാട്ടിലേക്ക് ടൂർ പോകാമെന്നായിരുന്നു അവൻ്റെ നിർദ്ദേശം. അതിഷ്ടപ്പെടാതെ തിത്തിരവനത്തിലേക്ക് വിനോദയാത്ര പോകാമെന്ന് ജംബു ആനയും പിറ്റുമാനും കൂടി തർക്കിച്ചു. ഗ്രൂപ്പിലാകെ ബഹളമായി. ഒടുവിൽ കേശൻ സിംഹം ഇടപെട്ടു. താനാണ് വലിയവനെന്ന വിചാരമുള്ളവർക്ക് കൂട്ടായ്മകൾ ഗുണം ചെയ്യുകയില്ല. എല്ലാവരെയും സ്നേഹത്തോടെയും സഹകരണത്തോടെയും ചേർത്ത് പിടിക്കുന്നവർക്ക് മാത്രമേ ഗ്രൂപ്പുകൾ ഗുണം ചെയ്യുകയുള്ളൂ. കലഹമുണ്ടാക്കുന്നവർ കൂട്ടായ്മകളിലും കൂട്ടത്തിലും ഒറ്റപ്പെടും. കേശൻ സിംഹം വോയിസ് മെസ്സേജ് ഇട്ടു. ഒറ്റപ്പെട്ട് കഴിയുന്ന എനിക്ക് കൂട്ടായ്മയിൽ അംഗമായപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടെയുണ്ടെന്ന സന്തോഷം വന്നു. നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഗ്രൂപ്പിൽ തുടരണം. ഗ്രൂപ്പിൽ നിശബ്ദനായിരിക്കുന്ന മുള്ളൻ പന്നിച്ചേട്ടൻ്റെ സന്ദേശം കണ്ട് എല്ലാവരും ശാന്തരായി. പുഴക്കരയിൽ വേട്ടക്കാർ വെച്ച കെണിയിൽ പിറ്റൂമാനിൻ്റെ മകൻ അകപ്പെട്ടിട്ടുണ്ട്.
എല്ലാവരും വേഗം വന്ന് അവനെ രക്ഷിക്കണം. കിട്ടുക്കുരങ്ങൻ്റെ സന്ദേശം കേട്ട് കേശൻ സിംഹം പറഞ്ഞു, വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വേഗം എല്ലാവരെയും വിവരമറിയിക്കുവാൻ സാധിച്ചത്. ഓരോ അനുഗ്രഹങ്ങളുടെയും നല്ല വശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവർക്ക് മാത്രമേ അതുകൊണ്ടുള്ള നന്മകൾ ലഭിക്കുകയുള്ളൂ. തർക്കിച്ചും കലഹിച്ചും സമയം കളയാതെ എല്ലാവരും പുഴക്കരയിലേക്ക് വരണം. വേട്ടക്കാർ വരുന്നതിനു മുൻപേ നമുക്ക് പിറ്റൂമാനിൻ്റെ മകനെ രക്ഷിക്കണം. കേശൻ സിംഹം പറഞ്ഞത് കേട്ട് മൃഗങ്ങളും പക്ഷികളുമെല്ലാം പെട്ടെന്ന് തന്നെ പുഴക്കരയിലെത്തി. എല്ലാവരും കൂടി മാൻകുട്ടിയെ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തി. പിന്നീട് ആരും കാട്ടിലെ വാട്സപ്പ് കൂട്ടായ്മയിൽ കലഹിച്ചിട്ടില്ല. നല്ല നല്ല സന്ദേശങ്ങൾ കൈമാറി എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞു. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? നമുക്ക് ഇനിയും കാണാം കേട്ടോ, നല്ല കഥകളുമായി. അപ്പോൾ എല്ലാവർക്കും ചക്കരയുമ്മ.